വഴക്കിട്ടു. അപ്പോ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംഘർഷങ്ങളുണ്ട് അല്ലെ? നമ്മൾ എല്ലാവരും നേരിടുന്നതാണ്. ഇപ്പൊ കുടുംബത്തില് എല്ലാവരും നല്ല ഒരുമയിലായിരിക്കും. പക്ഷെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടാകും. അതൊക്കെ ഒരു 24 മണിക്കൂറിനപ്പുറം പോകരുത്. മണിക്കൂറുകളുടെ ആയുസ്സെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് ഉണ്ടാകാവൂ. അത് പരിഹരിക്കപ്പെടണം. കാരണം നമ്മൾ ഏറ്റവും അധികം ചിലവിടുന്ന സമയം കുടുംബമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ കുടുംബ സങ്കല്പമുള്ളത് ഭാരതത്തിലാണ്. ലോകത്തെ തന്നെ ഭാരതം കാണുന്നത് വസുദൈവ കുടുംബകം എന്നാണ്. ഈ ലോകം മുഴുവൻ എന്റെ കുടുംബമാണ്. പൂവിലും പുഴുവിലും നായിലും നരിയിലും അല്ലെ, എന്നിലും നിന്നിലും എല്ലാം നിറയുന്നത് ഈശ്വരീയ ചൈതന്യമാണെന്നുള്ള ഉദാത്തമായ ഉത്കൃഷ്ടമായ വിശ്വാസവും പ്രാർത്ഥനയും ഉള്ളത് ഭാരതത്തിലാണ്. നമ്മളെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം അല്ലെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖമാക്കവേ. ഒരിടത്തും ദുഃഖം കാണാതിരിക്കട്ടെ. ഇന്ത്യക്കാരനും ആഫ്രിക്കക്കാരനും അമേരിക്കക്കാരനും എന്റെ അയൽപക്കത്തുള്ളവനും അല്ലെ, വീട്ടിലെ ചെടിക്കും വീട്ടിലെ പൂച്ചയ്ക്കും പുല്ലിനും പുഴുവിനും സർവ്വചരാചരങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന വേറെ ആരാ ചെയ്യുന്നത്? ഭാരതീയനാണ്. അത് ഭാരതീയന്റെ കുടുംബ സങ്കല്പത്തിൽ നിന്നാണ്. അപ്പൊ നമ്മളുടെ അടിസ്ഥാനം കുടുംബമാണ്. അത് ഇമ്പമുള്ളതായി മാറും. ഈ കുടുംബത്തിൽ ശാന്തി വേണമെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ശാന്തി വേണമെങ്കിലും ധ്യാനം ചെയ്യണം. നിത്യവും രാവിലെ എഴുന്നേറ്റ് അല്പസമയം, അരമണിക്കൂർ സമയം, 1 മണിക്കൂർ സമയം ഉള്ളിലേക്ക് പോകണം. നിങ്ങൾ ആരാണ് എന്നുള്ള അന്വേഷണമാണ് ധ്യാനം. എന്റെ ഉള്ളിലെ യഥാർത്ഥ ശക്തിവിശേഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവാണ് ധ്യാനം. എന്റെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെ, ശക്തികളെ കണ്ടെത്തലാണ് ധ്യാനം. ധ്യാനം ഉള്ളിലേക്കുള്ള ആനന്ദത്തിലേക്കുള്ള, ആരോഗ്യത്തിലേക്കുള്ള, ഐശ്വര്യത്തിലേക്കുള്ള പ്രയാണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ധ്യാനം എന്ന മെത്തേഡ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന്, മനസ്സിന്, ബുദ്ധിക്ക്, ആത്മാവിന്, അതായത് വ്യക്തിക്ക് ശാന്തി ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. നമ്മൾ ജീവിക്കുന്ന കുടുംബത്തില്, നമ്മളുടെ സമൂഹത്തിന്, രാഷ്ട്രത്തിന്, ലോകത്തിലും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഈ ധ്യാനത്തിൽ നിന്നാണ് ഈ പ്രാർത്ഥന ഉണ്ടായത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ധ്യാനം ചെയ്ത ഋഷിയുടെ മനസ്സിൽ നിന്നുണ്ടായ പ്രാർത്ഥനയാണ്, ദിവ്യമായ സ്പന്ദനങ്ങളാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ ധ്യാനം പഠിക്കാത്തവർക്ക് ധ്യാനം പഠിക്കാനുള്ള അവസരമുണ്ട്. സൗജന്യമായി പഠിക്കാം. 1 രൂപ പോലും നിങ്ങൾ തരേണ്ടതില്ല. സൗജന്യമായി ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം നിങ്ങളെ ധ്യാനം പഠിപ്പിക്കും. അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന ധാരാളം പേര് ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 100-ലധികം അംഗങ്ങൾ ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിൽ പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കാനുള്ള അവസരമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ധ്യാനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം ഇതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ശിവകുണ്ടലിനി, ആയുഷ്കല ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ചെയ്യുന്ന ധാരാളം പേര് ഈ ഒരു സംശയം ഉന്നയിച്ചു. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല. എങ്ങനെയാണ് ഏകാഗ്രത, ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ കഴിയുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഏകാഗ്രത, എന്താണ് ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ? ഒരു ശ്ലോകം തന്നെയുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം സിദ്ധിക്കുക. ശ്രദ്ധാവാൻ ലഭതേ മോക്ഷം. ശ്രദ്ധയുള്ളവനാണ് എന്ത് കിട്ടുക? മോക്ഷം കിട്ടുക. ശ്രദ്ധ, ശ്രദ്ധ, ശ്രദ്ധ. സ്വാമി വിവേകാനന്ദൻ ഏറ്റവും അധികം പ്രിയങ്കരമായൊരു വാക്കാണ്, ഒരു വാചകമാണ് ശ്രദ്ധ, ശ്രദ്ധ എന്നുള്ളത്. വലിയൊരു ക്വാളിറ്റിയാണ് ശ്രദ്ധ. ഈ ശ്രദ്ധയുടെ തന്നെ മറ്റൊരു വിഭിന്ന ഭാഗമാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഏകാഗ്രത, ശ്രദ്ധയിൽ നിന്ന് നമ്മൾ ഏകാഗ്രതയിലേക്ക് പോകുന്നു. ഏകാഗ്രതയിൽ നിന്ന് നമ്മൾ ധാരണയിലേക്ക് പോകുന്നു. ധാരണയിൽ നിന്ന് നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നു. ധ്യാനത്തിൽ നിന്ന് നമ്മൾ സമാധിയിലേക്ക് പോകുന്നു. ഇത് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും ശ്രദ്ധ വേണം. ആത്മീയ ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും ശ്രദ്ധ വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ പലരോടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു ഉടുപ്പ് തുന്നാനായി നിങ്ങളൊരു സൂചിയും നൂലും കയ്യിലെടുക്കുന്നത് അല്ലെ. അത്രയും സമയം നിങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ നോക്കിയിരുന്നു. ഇവിടെ നിങ്ങളുടെ കണ്ണിന്റെ ശ്രദ്ധ എന്തിലേക്ക് മാറും?
നിങ്ങൾ ടി വി കണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് വർത്താനം പറയുകയായിരുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ കണ്ണിന്റെ ശ്രദ്ധ എന്ന ഗുണം എന്തിലേക്ക് പോകും, അല്ലെങ്കിൽ ആ ഒരു ശക്തി എന്തിലേക്ക് മാറും? മറ്റെല്ലാത്തിൽ നിന്നും വിട്ടുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ സൂചിയിലെ ദ്വാരത്തിലേക്ക് നിങ്ങളുടെ കണ്ണ്, നേത്രം ഏകാഗ്രമാക്കും. ആ ഏകാഗ്രത, അതായത് ശ്രദ്ധയാണ്, ശ്രദ്ധിക്കലാണ് ഒന്നാം തലം. അതായത് സൂചിയെ ഞാൻ കണ്ടു, സൂചിക്കുള്ളിലെ ആ ഒരു ദ്വാരത്തെ ഞാൻ കണ്ടു, എന്റെ കയ്യിലുള്ള നൂലിനെ ഞാൻ കണ്ടു. പണ്ട് ദ്രോണാചാര്യര്, നിങ്ങൾ മഹാഭാരതത്തിൽ ഒരു കഥ കേട്ടുക അല്ലെ, ശ്രദ്ധയുടെ ഒരു കഥയാണ്. അദ്ദേഹം ഒരു മരത്തിന്റെ മുകളിൽ അമ്പെയ്ത്ത് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൗരവന്മാരും പാണ്ഡവന്മാരും ഈ പഠിക്കാനായിട്ടുണ്ട്. അപ്പോ അദ്ദേഹം മരത്തിന്റെ മുകളിൽ ഒരു കിളിയുടെ രൂപമുണ്ടാക്കി, ഒരു മരപ്പാവ കിളിയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ആ കിളിയെ നിങ്ങൾ എഴുതിടണം. ഓക്കെ, കിളി കുറച്ച് ആ മരത്തിന്റെ മുഴുപ്പിനെ നോക്കുമ്പോൾ ചെറിയൊരു കിളിയാണ്. നല്ല ശ്രദ്ധയുണ്ടെങ്കിൽ, നല്ല ഏകാഗ്രത ഉണ്ടെങ്കിൽ അമ്പെയ്യാൻ സാധിക്കും. അപ്പൊ ആദ്യം കൗരവ പടയെ വിളിച്ചു, ഓരോരുത്തരെ വിളിച്ചു. നീ എന്ത് കാണുന്നു? ഞാൻ മരം കാണുന്നു, മരച്ചില്ല കാണുന്നു, കൊമ്പ് കാണുന്നു, ഇല കാണുന്നു. അങ്ങനെ എല്ലാവരെയും വിളിച്ച് അവസാനം അർജുനൻ വന്നു. അല്ലെ, എടുക്കുമ്പോൾ 1, പിന്നെ തൊടുക്കുമ്പോൾ 10, അത് പോകുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അർജുനന്റെ അമ്പെയ്ത്തിന്റെ വേഗതയെ പറ്റി പറയുന്നത്. അത്രയും അധികം ശ്രദ്ധാലുവായിരുന്നു, ഏകാഗ്ര ചിത്തനായിരുന്നു അർജുനൻ. അർജുനനോട് ചോദിച്ചു, ദ്രോണാചാര്യർ ചോദിച്ചു, എന്താണ് അർജുന നീ കാണുന്നത്? അപ്പൊ ഇതിനു മുമ്പ് വന്ന നകുലനും, ഇതിനു മുമ്പ് വന്നവരൊക്കെ യുധിഷ്ഠിരനും ഭീമനും അതേപോലെ തന്നെ കൗരവപ്പടയിലെ ദുര്യോധനനും ഒക്കെ വന്ന് മരം കാണുന്നു, ചില്ല കാണുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അർജുനൻ പറഞ്ഞത്, ഞാൻ മരത്തിലെ കിളിയുടെ നേത്രത്തെ കാണുന്നു, കണ്ണിനെ കാണുന്നു എന്നുള്ളത്. അമ്പയറ്റി ഉടനെ അത് കൃത്യമായി കൊണ്ട് ആ പോയിന്റിൽ കൊണ്ട് വീണു. നമ്മൾ അമ്പെയ്ത്ത് പരിശീലനങ്ങൾ കണ്ടിട്ടില്ല, ഒരുപാട് റൗണ്ട് വെച്ചിട്ട് സെന്ററിലെ പോയിന്റിലേക്ക് അമ്പെയ്യും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധ, ഏകാഗ്രത, ധാരണ, ധ്യാനം, സമാധി. അപ്പൊ നമ്മൾ ഭൗതികമായി വീട്ടിലെ ഒരു തുണി നെയ്യാനായി, തുന്നാനായി ഒരു സൂചി എടുക്കുമ്പോഴും നൂലെടുക്കുമ്പോഴും ആദ്യം ഉണ്ടാകുന്ന ഗുണം ശ്രദ്ധയാണ്. മറ്റെല്ലാത്തിൽ നിന്നും കണ്ണ് എന്ന ഇന്ദ്രിയത്തെ പിൻവലിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന സൂചിയെയും നൂലിനെയും ദ്വാരത്തെയും നമ്മൾ കാണും. ഇത് ഓർത്താൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോ ശ്രദ്ധാലുവായി, അതിന്റെ അടുത്ത ക്വാളിറ്റിയാണ് ശ്രദ്ധ കഴിഞ്ഞ ഏകാഗ്രത എന്ന് പറയും. സൂചിയും നൂലും അതേപോലെ ദ്വാരവും ഞാൻ കണ്ടു. ഇനി കുറെ കൂടി ശ്രദ്ധ ഡീപ്പാവും. കാരണം ഇനി ആ സൂചിക്ക് ഉള്ളിലൂടെ, സൂചിക്കുഴലിലൂടെ, ദ്വാരത്തിലൂടെ നൂലിനെ കടത്തുന്ന അടുത്ത ശ്രമമാണ്. കുറെ കൂടി ഏകാഗ്രത, നിശ്ചലത നിങ്ങൾക്ക് വേണം. ശ്രദ്ധ കുറെ കൂടി തീവ്രമാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. സൂചിയും നൂലും ദ്വാരവും കണ്ടത് ശ്രദ്ധ. കുറെ കൂടി ഡീപ്പായി ഇനി ഞാൻ ആ സൂചിത്തുമ്പും സൂചിയുടെ ദ്വാരവും നൂലിന്റെ തുമ്പും മാത്രം കാണും. ശ്രദ്ധ കുറെ കൂടി ഡീപ്പാകും, കണ്ണ് കുറെ കൂടി പോയിന്റൈസ് ചെയ്യും. ഇത് ഏകാഗ്രതയാണ്. അടുത്തത് എന്താണ്? ശ്രദ്ധ, ഏകാഗ്രത, ധാരണ. ഇതെന്ത് വേണം? സൂചിയും നൂലും ഇതിന്റെ അകത്ത് വച്ചാൽ പോരാ, ഇതിന്റെ ഉള്ളിലൂടെ കോർക്കണം. ഇതിന്റെ ധാരണയാണ്. എന്തിനു വേണ്ടി ചെയ്യണം? ആ ശ്രദ്ധയും ഏകാഗ്രതയും കുറെ കൂടെ ഡീപ്പാവുന്നു. നമ്മൾ ആ സൂചിക്കുഴലിലൂടെ നൂലിനെ കോർത്തെടുക്കുന്നു, തെറ്റിപ്പോകാതെ. ആ ഏകാഗ്രത കുറെ കൂടി ഡീപ്പായി, ധാരണയാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ധാരണയും ശ്രദ്ധയും മനസ്സിലാകും. നിങ്ങൾ പലപ്പോഴും പറയാനുള്ള ഉദാഹരണമാണ്, നമ്മളൊരു യാത്ര ചെയ്യുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു. അപ്പൊ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മളുടെ കണ്ണിലൂടെ കടന്നു പോകുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ കാണുന്നു, കണ്ടക്ടറെ കാണുന്നു, ചുറ്റും പുറത്തുള്ള കാഴ്ചകൾ കാണുന്നു, വാഹനങ്ങൾ കാണുന്നു, കടകൾ കാണുന്നു, മരങ്ങൾ കാണുന്നു. അപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ബസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ പുറത്തുള്ള ബഹളമുണ്ട്, വാഹനങ്ങളുടെ ഹോണടിയുണ്ട്, കണ്ടക്ടറുടെ ടിക്കറ്റ് ചോദിക്കുന്ന ബഹളമുണ്ട്, ബസ്സിന്റെ അകത്തിരുന്നവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അല്ലെ? അപ്പൊ അപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഒരു ഭജൻ ബസ്സിൽ പ്ലേ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ശ്രവണേന്ദ്രിയം, ഞാൻ സൂചിയും നൂലും കോർക്കുന്നത് പറഞ്ഞത് കണ്ണിന്റെ, പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണിന്റെ ഏകാഗ്രതയെ പറ്റിയാണ്. 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് അറിവ് സ്വീകരിക്കുക. കണ്ണ് കാഴ്ചയെ നൽകുന്നു, ചെവി കേൾവിയെ നൽകുന്നു,
മൂക്ക് ഗന്ധത്തെ നൽകുന്നു, നാവ് രുചിയെ നൽകുന്നു, ത്വക്ക് സ്പർശനത്തെ നൽകുന്നു. ഇതിലൂടെയാണ് അറിവുണ്ടാകുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളും ആക്റ്റീവ് ആണെങ്കിൽ, ഈ 5 ഇന്ദ്രിയങ്ങളും നന്നായി പ്രവർത്തിച്ചാലേ ശ്രദ്ധയും ഏകാഗ്രതയും കൂടും. പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ? ഒരു ഗുരു ശിഷ്യന്മാരെ മരച്ചുവട്ടിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ശിഷ്യൻ മരത്തിന്റെ അപ്പുറത്തുള്ള, ഗുരു പഠിപ്പിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ചെറിയൊരു ദ്വാരത്തിൽ, ഒരു മാളത്തിൽ ഒരു പാമ്പ് കയറി പോകുന്നതാണ് ഇവൻ കാണുന്നത്. ഗുരു പഠിപ്പിക്കുന്നത് കാണുന്നില്ല. ഇവന്റെ ശ്രദ്ധ പൂർണ്ണമായും ഗുരുവിലല്ല, മാളത്തിലാണ്. അപ്പൊ ഗുരു ചോദിച്ചു, നീ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വാലല്ലാത്തതെല്ലാം അളയിലാണ്, തലയും ഉടലും എല്ലാം അളയിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു വലിയൊരു ക്വാളിറ്റിയാണ്, ഒന്നിലേക്ക് ശ്രദ്ധിക്കുവാനുള്ള കഴിവ്. അപ്പോ ബസ്സിൽ അനേകം ശബ്ദങ്ങൾ ഉള്ളതിൽ നമ്മൾ പാട്ടിലേക്ക് നമ്മളുടെ ഇൻട്രസ്റ്റ്, ചെവി കേന്ദ്രീകരിക്കപ്പെടുന്നു, ശ്രദ്ധാലുവാകുന്നു. പാട്ടാണല്ലോ അറിയുന്നു, അതിനെ കുറെ കൂടി ഡീപ്പാകുന്നു. എന്ത് പാട്ടാണ്? ഏകാഗ്രമാകും. പിന്നെ നമ്മൾ അതില് പൂർണ്ണമായും പാട്ടിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു, ധാരണ ചെയ്യും, പിന്നെ അത് ലയിച്ചു ചെയ്യും. നമ്മൾ പാട്ടായി മാറുന്നു, നമ്മൾ യേശുദാസായി നമ്മളിരുന്ന് പാടും, അല്ലെ? നമ്മളുടെ സ്വരം ചിലപ്പോ കഠോര സ്വരമായിരിക്കും, പക്ഷെ നമ്മൾ അതിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ മൂളിപ്പാട്ട് പാടാത്തവരായിട്ട് ആരുമില്ല. ഞാനും നിങ്ങളും ഒക്കെ പാടും. അത് ധ്യാനമായി, സമാധിയായി എന്നാണ് പറയാം. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പൊ കുണ്ഡലിനി ക്രിയ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കും എങ്ങനെയാണ് ഈ ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? പോയിന്റ് നമ്പർ 1, നിങ്ങളുടെ ഇരിപ്പ് കറക്റ്റ് ആയിരിക്കും, നട്ടെല്ല് നിവർത്തി. നിങ്ങൾ ധ്യാനം ചെയ്യുകയാണെങ്കിലും, ജപം ചെയ്യുകയാണെങ്കിലും, പ്രാണായാമം ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏകാഗ്രത, ശ്രദ്ധ വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗം. സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുനിഞ്ഞിരിക്കും, അല്ലെ? അപ്പൊ ടീച്ചർ നമ്മൾ അടിക്കും, എണീക്കടാന്ന് പറയും. കാരണം കുനിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും പ്രാണിക് സർക്കുലേഷന്റെയും അതിന്റെ ശരിയായ തോത് ഉണ്ടാവില്ല, നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. അതുകൊണ്ടാണ് നട്ടെല്ല് നിവർന്നിരിക്കണം, നിവർന്നിരുന്ന് പഠിക്കണം, നടക്കുമ്പോൾ നിവർന്ന് നടക്കണം. നിങ്ങൾ പട്ടാളക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമൂഹത്തെ നല്ല രീതിയിൽ സ്വാധീനിച്ചിരിക്കുന്ന വ്യവസായികളെ, ട്രെയിനേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ നോട്ടവും അവരുടെ നടപ്പും ഒക്കെ വളരെ ഇംപ്രസീവ് ആയിരിക്കും. നട്ടെല്ല് നിവർത്തി, നെഞ്ചു വിരിച്ച്, ചടുലതയോടെ അവർ നടക്കും. ഇത് ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറയില്ലേ, നട്ടെല്ലിന് ബലം വേണമെന്ന് പറയാറുണ്ട്. കറക്റ്റാണ്. ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും വിജയിക്കണമെങ്കിൽ നട്ടെല്ലിന്റെ ക്ഷമത നിവർന്നിരിക്കണം. നിവർന്നിരിക്കാൻ ശീലിക്കുക. പ്രാണായാമം ചെയ്യുമ്പോഴും, ധ്യാനം ചെയ്യുമ്പോഴും, മന്ത്രജപം ചെയ്യുമ്പോഴും, ഏത് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും, ഇരിക്കുമ്പോഴും, നടക്കുമ്പോഴും നട്ടെല്ല് നിവർത്തിയിരിക്കണം. ഇതാണ് ഒന്നാമത് വേണ്ടത്. ശ്രദ്ധ കൂട്ടാനുള്ള ഒന്നാമത്തെ വഴി പോസ്റ്റർ കറക്റ്റ് ചെയ്യുക, ഇരിപ്പ് കറക്റ്റ് ചെയ്യുക. നട്ടെല്ല് നിവർന്നിരിക്കണം, താടി കുനിഞ്ഞു പോകരുത്. ചിലര് നട്ടെല്ലൊക്കെ നിവർത്തിയിരിക്കും, ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുണ്ട്. താടി ഭൂമിക്ക് സമാന്തരമായിട്ട് ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇല്ലെങ്കിൽ ഒരു അല്പം ഉയർത്തിയിരിക്കാം. അപ്പൊ നട്ടെല്ല് നിവർന്നിരിക്കണം, താടി ഭൂമിക്ക് സമാന്തരമോ അല്പമോ ഉയർത്തിയിരിക്കണം. പിന്നെ നിങ്ങളുടെ ഇരിപ്പ് ഏതെങ്കിലും ധ്യാനാസനത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഏതൊക്കെയാണ് ധ്യാനാസനങ്ങൾ? യോഗാസനങ്ങളിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിലൊരു വിഭാഗമാണ് ധ്യാനം ചെയ്യുന്നതിനുള്ള ആസനം. സുഖാസനം, ചമ്രം പടിഞ്ഞിരിക്കുക. വജ്രാസനം, അർദ്ധപദ്മാസനം, പത്മാസനം, സിദ്ധാസനം, സിദ്ധയോന്യാസനം, വീരാസനം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ധ്യാനാസനങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു ധ്യാനാസനത്തിൽ ഇരുന്ന് നമ്മൾ സിദ്ധി നേടണം. 24 മിനിറ്റ് ശരീരം ഇളക്കാതെ, അനക്കാതെ ഇരിക്കാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടെങ്കിൽ അത് വജ്രാസനമാവാം, പത്മാസനമാവാം, സുഖാസനമാവാം, സിദ്ധാസനമാവാം, വീരാസനമാവാം. നിങ്ങൾക്ക് ആസന സിദ്ധിയായി എന്നാണ് പറയുക. ഒരു 24 മിനിറ്റ്, 30 മിനിറ്റ് ശരീരം ഇളക്കാതെ, നട്ടെല്ല് നിവർത്തി, താടി ഭൂമിക്ക് സമാന്തരമായി കണ്ണടച്ച് സന്തോഷത്തോടെ, ശരീരത്തിന് വേദനയില്ലാതെ, നട്ടെല്ലിന് വേദനയില്ലാതെ, കാലുകൾക്ക് വേദനയില്ലാതെ സുഖം ആയി. അതാണ് സ്ഥിരം സുഖം ആസനം. സ്ഥിരം സുഖം ആസനം. ഇങ്ങനെ 24 മിനിറ്റ് മിനിമം ഇരിക്കാൻ കഴിഞ്ഞാൽ ആസന സിദ്ധിയായി. അത് മണിക്കൂറുകളോളം ഇരിക്കാനുള്ള ശേഷി വരുമ്പോൾ, ഒരു 1.5 മണിക്കൂറൊക്കെ ഒരു പോസ്റ്ററിൽ അനങ്ങാതെ ഇളകാതെ ഇരിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ ആസന ജയമായി എന്നാണ് പറയുന്നത്.
അപ്പൊ ആദ്യം ഇരിക്കാനുള്ള ശേഷി വേണം, പിന്നെ ആസന സിദ്ധി നേടണം, ആസന ജയം നേടണം. ഇപ്പൊ ചില യോഗികളൊക്കെ മണിക്കൂറുകൾ അങ്ങനെ ഇരിക്കും, ഉറച്ച പാറ പോലെ. അത് ആസന ജയമാണ്. അത് കഴിഞ്ഞും പല സ്റ്റേജുകളും. ഇപ്പൊ തന്ത്രയിലെ സാധനകളൊക്കെ, വലിയ ദശമഹാവിദ്യ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ 3.5 മണിക്കൂർ ഒറ്റ പോസ്റ്ററിൽ ഇരിക്കാൻ കഴിയും. അവിടെ കാലടക്കിയാൽ സാധനം ഉണങ്ങിപ്പോകും. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാവുക? നിത്യാഭ്യാസത്തിലൂടെയാണ്. പാദവ്യായാമങ്ങൾ എന്ന് വിളിക്കുന്ന വിശേഷ പരിശീലനങ്ങൾ യോഗയിലുണ്ട്. ശിഥിലീകരണ വ്യായാമങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ യോഗിക് വ്യായാമങ്ങളിൽപ്പെട്ട ടെക്നിക്സ് ആണ് പാദവ്യായാമം. കാലുകൾക്കും അരക്കെട്ടിനും വഴക്കമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പൊ ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കാനുള്ള ശേഷി പോലും മനുഷ്യനില്ല. ഇതൊക്കെ നമ്മളുടെ സ്വാഭാവിക നിലയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ നിലയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് എന്തോ പ്രശ്നമുണ്ട്, സ്ട്രക്ചറിന് എന്തോ പ്രശ്നമുണ്ട്, ശരിയാക്കിക്കോണം, വ്യായാമം ചെയ്യണം. അപ്പൊ പാദവ്യായാമങ്ങളിലൂടെ, നട്ടെല്ല് വ്യായാമങ്ങളിലൂടെ, അതായത് യോഗിക് എക്സർസൈസ്, ശിഥിലീകരണ വ്യായാമങ്ങളെന്നും യോഗ വ്യായാമങ്ങളെന്നും സർവാംഗ വ്യായാമിക് योग എന്നൊക്കെ പറയുന്ന ടെക്നിക്കുകൾ ചെയ്താൽ ഇരിക്കാനുള്ള ശേഷി ഉണ്ടാവും. നിങ്ങളുടെ ഇരിപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏകാഗ്രത പോകും. അത് ധ്യാനത്തിലാണെങ്കിലും പ്രാണായാമത്തിലാണെങ്കിലും മന്ത്രജപത്തിലാണെങ്കിലും ഇരിക്കുന്ന പോസ്റ്റർ, ഇരിപ്പ് തെറ്റായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. പ്രശ്നമാണെന്ന് വെച്ചാൽ സുഖമായിട്ട് പറ്റില്ല. നമ്മൾ നന്നായിട്ട് പ്രാണായാമം ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നടുവേദന വന്നു, അതിന്റെ ഗുണം നമുക്ക് കിട്ടുമോ? നമ്മൾ വേദനയിലേക്ക് പോകും, അല്ലെ? അപ്പൊ ശരീരത്തെ നമ്മൾ ട്രെയിൻ ചെയ്യുക. ശരീരത്തിന് നല്ല ബലം ഉണ്ടാവണം, ശരീരത്തിന് നല്ല കഴിവ് വരണം, അതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. കരുത്ത്, കഴിവ്, വഴക്കം ഇതുള്ള ശരീരത്തിലെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി ഉൾപ്പെടെയുള്ള ഋഷീശ്വരന്മാർ, ഇപ്പൊ ഹഠയോഗ പ്രദീപിക എഴുതിയ സ്വാത്മാരാമ മഹർഷിയാണെങ്കിലും യോഗസൂത്രം എഴുതിയ പതഞ്ജലി മഹർഷിയാണെങ്കിലും ശിവസംഹിതയിലും ഒക്കെ പറയുന്നത് നിങ്ങൾ ശരീരത്തെ ആദ്യം നന്നാക്കണം. എന്ന് വെച്ചാൽ ഇരിക്കാനുള്ള ശേഷി, സ്ഥിരം സുഖം ആസനം 24 മിനിറ്റെങ്കിലും ഇരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കും. അതങ്ങനെ കൂട്ടി 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ ഇരിക്കാനുള്ള ശേഷി വരും. ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിനെന്ത് വേണം? ശരീരത്തെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യിപ്പിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് നല്ല സൂര്യ നമസ്കാരവും ശിഥിലീകരണ വ്യായാമങ്ങളും യോഗാസനങ്ങളും ഒക്കെ ചെയ്താല് ശരീരത്തിന് വഴക്കമുണ്ടാകും. അതിന് ധാരാളം ഗുണങ്ങളുണ്ട്. യോഗാസനങ്ങൾ ഒക്കെ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ ബാഹ്യാവയവങ്ങൾക്ക് ശക്തി ഉണ്ടാവും, ആന്തരികാവയവങ്ങൾക്ക് ശക്തി ഉണ്ടാകും. ശരീരത്തിന്റെ അമിതമായ വണ്ണം, ശരീരത്തിനുണ്ടാകുന്ന പല വേദനകൾ, നാഡീ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ കഴിയും. അപ്പൊ ഇത് ആദ്യം ആർജിക്കണം. സ്ഥിരം സുഖം ആസനം എന്ന ആ ഒരു ക്വാളിറ്റി ജീവിതത്തിൽ ആർജിക്കണം. അതിന് കൃത്യമായി വ്യായാമം ചെയ്യണം. അപ്പൊ ഇരിപ്പ് കറക്റ്റ് ചെയ്യുക, അതാണ് ഒന്നത്. ശരീരത്തിന്റെ പോസ്റ്റർ കറക്റ്റ് ചെയ്യണം. ഇരിപ്പ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകും. 2, നമ്മളുടെ മനസ്സിന്റെ ഏകാഗ്രതയാണ്. ഇതിൽ ഏറ്റവും പ്രശ്നക്കാരൻ മനസ്സാണ്. ശരീരമൊക്കെ ഇങ്ങനെ അനങ്ങാതിരിക്കും. ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കുന്നവര് ഗൂഗിൾ മീറ്റിൽ നോക്കിക്കൊണ്ടിരിക്കും, അതേ സമയം തന്നെ വേറെ കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നവരും ഒക്കെ ഇല്ലേ? അല്ലെ? അപ്പോ തനുവിങ്ങും മനമെങ്ങും എന്ന് പറയും. അതുപോലെ നമ്മൾ എന്ത് പ്രവർത്തനമാണോ ചെയ്യുന്നത് അതിലേക്ക് മനസ്സിനെ പൂർണ്ണമായി ലയിപ്പിക്കാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോവുക, അല്ലെ? തിയേറ്ററിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ട്, നൂറുകണക്കിന് ആൾക്കാർ ഇരിപ്പുണ്ട്. പക്ഷെ നിങ്ങളുടെ കണ്ണ് എന്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഏകാഗ്രമാകുന്നത്, ധാരണ ചെയ്യുന്നത്, ലയിക്കുന്നത്? ആ സ്ക്രീനിലേക്കാണ്. നിങ്ങൾ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരുപാട് ചിത്രങ്ങളും കാഴ്ചകളും ശബ്ദങ്ങളും. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലാണ്. അതായത് താല്പര്യപൂർവം ചെയ്യുന്ന ഒരു കാര്യത്തിലെ മനസ്സ് കേന്ദ്രീകരിക്കും. എന്താണ് അടുത്ത പ്രത്യേകത? താല്പര്യപൂർവം ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രമേ മനസ്സിന് ഏകാഗ്രത ഉണ്ടാകൂ. നിങ്ങൾക്ക് മടുപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മനസ്സ് അതിൽ നിന്ന് പോകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകും, അല്ലെ? ഇഷ്ടപ്പെടാത്തൊരു ദൃശ്യമാണെങ്കിൽ കണ്ണതിൽ നിന്ന് പിൻവലിക്കും. ഒരു പാട്ടാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പോകും. പല സാധകന്മാർക്കും നേരിടുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആദ്യഘട്ടത്തിലൊക്കെ സാധന ചെയ്യാൻ വലിയ എന്തൂസിയാസമായി, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. ആ മടുപ്പ് മാറണം. അതായത് ഓരോ ദിവസവും ചെയ്യുമ്പോഴും അറിഞ്ഞ്, ആസ്വദിച്ച്, ലയിച്ച്, സന്തോഷത്തോടെ, താല്പര്യപൂർവ്വം ചെയ്യണം. ഞാൻ ഈ ചെയ്യുന്ന വിദ്യ എന്റെ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ വളർച്ചയുണ്ടാക്കും. ഈശ്വരനെ, ഗുരുക്കന്മാരെ, എന്റെ ഉള്ളിലെ കുണ്ഡലിനി ശക്തിയെ, എന്റെ യഥാർത്ഥ
എനർജി എനിക്ക് അറിയാൻ കഴിയും എന്ന ഒരു ബോധ്യത്തോടെ എന്ന് മനസ്സിനെ പഠിപ്പിച്ചിട്ടിരിക്കണം. അലസമായിരുന്നാൽ, മടുപ്പോടെ ഇരുന്നാൽ, താല്പര്യമില്ലാത്ത സാധന ചെയ്താൽ ഒരിക്കലും മനസ്സ് ഏകാഗ്രമാവില്ല. താല്പര്യപൂർവ്വം ചെയ്യും. 2, ചെയ്യുന്ന ടെക്നിക്കിൽ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ പ്രാണായാമമാണ് ചെയ്യുന്നതെങ്കിൽ ശ്വാസം മൂക്കിലൂടെ എടുക്കുമ്പോൾ ആ ശബ്ദത്തെ ശ്രവിക്കുക. ഒന്നല്ലെങ്കിൽ മൂക്കിലൂടെ ശബ്ദം വലിക്കുന്ന ആ ഒരു ശബ്ദം ചെവി കൊണ്ട് കേൾക്കാം, ഇല്ലെങ്കിൽ ആ ഒരു അനുഭവത്തെ ശ്രദ്ധിച്ച് ചെയ്യണം. ആ ശ്വാസം 2 മൂക്കിലൂടെയും 2 നാസാദ്വാരങ്ങളിലൂടെയും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്വാസം ഉള്ളിൽ തട്ടി അകത്തേക്ക് പോകുന്ന അനുഭവത്തെ അറിയാം. 1. 2, ആ ശ്വാസം മൂക്കിലൂടെ വലിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദത്തെ, ഉണ്ടാകുന്ന ശബ്ദത്തെ കേൾക്കണം. അപ്പൊ മനസ്സ് ഒരിടത്തും പോകില്ല. ഇത് നമ്മൾ മൂക്കിലൂടെയൊക്കെ വലിച്ചുകൊണ്ടിരിക്കും, മനസ്സ് വേറെ വല്ലതിനെ പറ്റി ചിന്തിക്കും. അതുപോരാ. തനുവും മനവും അതായത് ശരീരവും മനസ്സും ഒരേ രീതിയിൽ പ്രവർത്തിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ശ്വാസം ഇപ്പോൾ വലിക്കുകയാണ് എന്ന ആ ഒരു അനുഭവത്തെ നമ്മൾ അറിയണം, അല്ലെങ്കിൽ ആ ശബ്ദത്തെ നമ്മൾ കേൾക്കണം. മനസ്സിനോട് പറയണം, ഇപ്പൊ നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ശബ്ദത്തെ ശ്രവിക്കലാണ്, ഈ അനുഭവത്തെ അറിയലാണ്. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, വീണ്ടും പിടിച്ചോണ്ട് വരാം. ഇപ്പൊ പുഞ്ചിരിയോടെ ഇരുന്ന് ശ്വാസം കയറുന്നതിനെ അറിയുക, ശ്വാസം വിടുമ്പോൾ ആ ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ അതിനെ അറിഞ്ഞിരിക്കുക. അതായത് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്? പ്രാണായാമമാണെങ്കിൽ ആ ടെക്നിക്കിനെ, മന്ത്രജപമാണെങ്കിൽ മന്ത്രം ജപിക്കുന്ന ശബ്ദത്തെ നമ്മൾ കേൾക്കണം, അറിയണം, മനസ്സിനെ അതിലേക്ക് കൊടുക്കണം. പോകുന്ന മനസ്സിനെ വീണ്ടും പിടിച്ചുകൊണ്ടുവരണം. മനസ്സ് ചാടിക്കൊണ്ടിരിക്കും. ഒരു ഘട്ടം വരെ അത് കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ ഓടിക്കൊണ്ടിരിക്കും. കടിഞ്ഞാണാണ് ശ്വാസം, കടിഞ്ഞാണാണ് പ്രാണായാമം. ഇതിട്ട് ഇവനെ പിടിച്ച് നമ്മുടെ വരുതിയിലാക്കും. ആദ്യഘട്ടം ചെയ്യുമ്പോൾ ഇതൊക്കെ പോകും. ആദ്യം ശ്രദ്ധ, ചിലപ്പോൾ ഒരു ദിവസം ശ്രദ്ധ കിട്ടും, 2ാം ദിവസം കിട്ടണമെന്നില്ല. പക്ഷെ വീണ്ടും മനസ്സിനെ പറയും, ഓക്കെ, സാധിക്കും, ഞാൻ മനസ്സിനെ നിയന്ത്രിക്കും, ഞാനിത് അറിയും, കഴിയും എന്ന് ആവർത്തിച്ച് മനസ്സിനോട് പറയുക. അപ്പൊ മനസ്സ് സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ലയിക്കും. അപ്പോ ശ്രദ്ധ വർദ്ധിപ്പിക്കാനുള്ള 1ാമത്തെ മാർഗം പറഞ്ഞു, ചെയ്യുന്ന ടെക്നിക്ക് എന്താണോ അതിനെ അറിയുക, കേൾക്കുക. 2, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മനസ്സിനെ നിർദ്ദേശം കൊടുത്തുകൊണ്ട്, ഇപ്പോൾ ഇവിടെ വരൂ, മനസ്സ് ഇവിടെ വരൂ. നമ്മൾ വെറുതെ വിട്ടാൽ മനസ്സ് ബ്ലാങ്കായി പല രീതിയിൽ പോകും. പറയണം, മനസ്സിനോട് പറയണം, ഇപ്പോൾ നിന്റെ ഡ്യൂട്ടി ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കലാണ്. പറഞ്ഞു നോക്കൂ, മനസ്സ് വരും. നമ്മൾ പറയാത്തതുകൊണ്ടാണ് മനസ്സ് വരാത്തത്. ഇപ്പോൾ അറിഞ്ഞു പറയും, ഇപ്പോൾ എന്റെ ഡ്യൂട്ടി, എന്റെ ജോലി ശ്വാസത്തെ അറിയലാണ്. ഞാനത് അറിയും, ഐ വിൽ ഡു ഇറ്റ്, ഞാനിത് ചെയ്യും, ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നിർദ്ദേശം കൊടുക്കുക, സജഷൻസ്, ഓട്ടോ സജഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കും. അപ്പൊ താല്പര്യപൂർവ്വം ചെയ്യണം. 1, ശരീരത്തിന് സ്ഥിരത ഉണ്ടാകണം, റിലാക്സ് ആയ ഒരു ശരീരം വേണം, കരുത്തുറ്റൊരു ശരീരം വേണം, സ്ഥിരമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ശരീരം വേണം. അതിന് നന്നായി വ്യായാമം ചെയ്യണം, യോഗ പ്രാക്ടീസ് ചെയ്യണം. 2, മനസ്സിനെ ഏകാഗ്രമാക്കണം. ചെയ്യുന്ന ടെക്നിക്കിനെ നമ്മൾ കേൾക്കുക, അറിയുക. ചാടിപ്പോകുന്ന മനസ്സിനെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അതിൽ കൊണ്ടുവരാൻ കഴിയുക, പിടിച്ചുകൊണ്ട് വരിക. എന്റെ ഡ്യൂട്ടി, മനസ്സെ ഇപ്പോൾ നിന്റെ ഡ്യൂട്ടി ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കലാണ്, മനസ്സെ ഇപ്പോൾ നിന്റെ ഡ്യൂട്ടി ഈ മന്ത്രത്തിൽ ശ്രദ്ധിക്കലാണ്. ഓർമ്മിപ്പിക്കുക. നമ്മൾ ഈ ഹനുമാനെ പറ്റി പറയാറില്ല, ഹനുമാൻ ഇടയ്ക്ക് സ്വശക്തിയെ പറ്റി മറന്നു പോകുമെന്നുള്ളതാണ്. അപ്പൊ ആരെങ്കിലും ചെന്ന് ഹനുമാനെ പറ്റി, അല്ലെ, മനോജവം മാരുത തുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ എന്നുള്ള നാമമോ മന്ത്രമോ ജയ് ഹനുമാനോ ഒക്കെ വിളിക്കുമ്പോ പുള്ളിക്ക് ഓർമ്മ വരും എന്നുള്ളതാണ് കഥ. അപ്പൊ എന്നതുപോലെ ബ്ലാങ്കായി എല്ലായിടത്തേക്കും പോകുന്ന മനസ്സിനോട് പറയും, ഇവിടെ വരിക, ഇപ്പോഴത്തെ ഡ്യൂട്ടി ശിവകുണ്ഠലിനി ക്രിയയിലെ ഇന്ന ടെക്നിക്ക് ചെയ്യലാണ്, ഏകാഗ്രമാകുക എന്ന് നിർദ്ദേശം കൊടുത്ത് നമ്മൾ അതിനെ കൊണ്ടുവരാം. ഇത് ശ്രദ്ധ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം. അപ്പൊ ശരീരത്തെ ഋജുവാക്കി നമുക്ക് ഇരുത്താൻ കഴിയണം. ചെയ്യുന്ന ടെക്നിക്കിനെ അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് ചെയ്യാൻ കഴിയണം. മനസ്സിനെ അതിലേക്ക് ലയിപ്പിക്കണം. ചാടിപ്പോകുന്ന മനസ്സിനെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നാൽ ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ കഴിയും. അഷ്ടാംഗ യോഗത്തില്, അഷ്ടാംഗ യോഗമല്ല, അഷ്ടാംഗ യോഗത്തില് മഹർഷി പതഞ്ജലി 7ാം സ്റ്റെപ്പായിട്ടാണ് ധ്യാനത്തെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം. 7 ധ്യാനം, സമാധി. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ധ്യാനം ചെയ്യണമെങ്കിൽ
ഈ വഴികളിലൂടെ കടന്നു പോകണം. 10ാം ക്ലാസ് SSLC പരീക്ഷ എഴുതണമെങ്കിൽ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 5ഉം 8ഉം 9ഉം ക്ലാസ് കഴിഞ്ഞാലേ 10ാം ക്ലാസ് പരീക്ഷ സാധിക്കും. എന്നതുപോലെ യഥാർത്ഥ ധ്യാനം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കണമെങ്കിൽ ഈ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത്. യമനിയമങ്ങൾ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഉണ്ടാകണം. ഇപ്പൊ നമ്മൾ യമനിയമങ്ങൾ അങ്ങനെ വിചാരിക്കുക. ഓക്കെ, ജീവിതത്തിൽ ഒരു ശാന്തിയും സന്തോഷവും ഒരു പോസിറ്റീവായ ചിന്താഗതികളും ഉണ്ടാകണം. ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും ഉള്ള ഒരു ജീവിതമായിരിക്കും. കുത്തഴിഞ്ഞ ജീവിതമാവരുത്. ഒരു സാധകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദിനചര്യ. ടൈം മാനേജ്മെന്റ് എന്ന് പറയും. അതിരാവിലെ എഴുന്നേൽക്കണം. രാത്രി ഒരു 10-10:30 കിടക്കണം. ഓക്കെ, രാവിലെ ഒരു 4-4:30 5 മണിക്കുള്ളിലെങ്കിലും എഴുന്നേൽക്കണം. ധ്യാനത്തിന്റെ സമയം ബ്രഹ്മമുഹൂർത്തമാണ്. നിങ്ങളുടെ ഉള്ളിലെ സരസ്വതി നാഡി, നമ്മൾ സാധാരണ ഇപ്പോഴൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ പ്രാണൻ ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പിംഗല നാഡികളിൽ കൂടിയാണ്. അത് അധോമുഖി പ്രാണനാണ്. താഴേക്കുള്ള ഒഴുക്കാണ് അതിന് കൂടുതൽ. ഈ ബ്രഹ്മമുഹൂർത്ത സമയം, അതായത് 4 മണി മുതൽ ഏകദേശം 6 മണി വരെയുള്ള സമയത്തിൽ പ്രാണന് ഊർധഗതി ഉണ്ടാകുന്നതാണ് പറയുക. മരണപ്പെടുന്ന ഒരാളുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. കണ്ണ് എങ്ങനെ ഇരിക്കും? താഴത്തേക്കാണോ ഇരിക്കും, മുകളിലേക്കാണോ ഇരിക്കുക? ഡോക്ടർമാർ പിടിച്ചു നോക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെ, ഊർധഗതിയാണ്. ഒരു ധ്യാനശേഷി ചെയ്യുന്ന ഒരാളുടെയും നേത്രത്തിന്റെ പൊസിഷൻ ഊർധത്തിലാണ്. അപ്പൊ ഊർധഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉന്നത ചക്രങ്ങളിലേക്കുള്ള പ്രാണന്റെ പ്രവാഹം. അപ്പൊ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി പിംഗല നാഡികളിൽ നിന്ന് പ്രാണൻ മധ്യമ നാഡിയായ സരസ്വതി നാഡിയിലേക്ക്, സുഷുമ്നാ നാഡിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇരുന്ന് മന്ത്രജപം ചെയ്താലും ശിവകുണ്ടലിനി ചെയ്താലും തന്ത്ര ചെയ്താലും നിങ്ങൾ ഏത് ഗുരുവിൽ നിന്ന് പഠിച്ച ഏത് പ്രാക്ടീസ് ചെയ്താലും അതിന് ശക്തി വർദ്ധിക്കും. സൂര്യ ഉദയത്തിന് മുമ്പ് ഈ സാധനകൾ ചെയ്താൽ പവർ കൂടുതലാണ്. അതുകൊണ്ടാണ് സാധകന്റെ സമയമാണ് ബ്രഹ്മമുഹൂർത്തം. പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ, ഉദ്യോഗാർത്ഥികളുടെ സമയമാണ്, സരസ്വതി വിളയാടുന്ന സമയമാണ്, സരസ്വതി യാമമാണ് ബ്രഹ്മമുഹൂർത്തം. അതിനെ കൃത്യമായി ഉപയോഗിച്ചാൽ ധ്യാനശേഷി വർദ്ധിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇപ്പൊ നല്ല ചൂടാ അല്ലെ, നമ്മളിരുന്ന് ധ്യാനം ചെയ്താലോ? ധ്യാനമൊക്കെ മറന്നു പോകും. ചൂട് 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 ചൂട്, ഇതായിരിക്കും ശരീരത്തിനുണ്ടാകുന്ന അനുഭവം. മനസ്സ് അതിലായിരിക്കും. ഓ, ചൂടാണല്ലോ. രാവിലെ വളരെ കാം ആൻഡ് ക്വയറ്റാണ്. 6-8 മണിക്കൂർ ഉറങ്ങി ശരീരം റിലാക്സ്ഡ് ആണ്. നാഡീ സംവിധാനങ്ങളും മനസ്സും നമ്മളുടെ പ്രജ്ഞയും റിലാക്സ്ഡ് ആണ്. അപ്പൊ ആ സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. രാവിലെ എഴുന്നേറ്റ് ഏറ്റവും പോസിറ്റീവായ, ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്ന, മനസ്സിനെ ഏകാഗ്രമാക്കുന്ന, ബുദ്ധിയെ ഉണർത്തുന്ന, നിങ്ങളുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ധ്യാനങ്ങൾ ചെയ്താൽ അത് അന്നത്തെ ദിവസം മുഴുവൻ പോസിറ്റീവ് എനർജി നിറയ്ക്കും. അല്ലെ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. നമ്മൾ പാടത്ത് നെല്ല് വിതയ്ക്കാൻ ഒരു സമയമുണ്ട് അല്ലെ, ഓരോന്നിനും എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. ദാസ എന്നൊരു സിനിമയില് മോഹൻലാലും ശ്രീനിവാസനും പറയുന്നില്ല. പ്രപഞ്ചത്തിൽ ഓരോന്നിനും നിശ്ചിതമായ സമയക്രമം. അപ്പോ സാധകന്റെ സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഈ സമയത്ത് നിങ്ങൾ സാധന ചെയ്യണം. 4 മണിക്ക് എഴുന്നേറ്റാൻ പറ്റിയില്ല, കുഴപ്പമില്ല. 5 മണിക്ക് എഴുന്നേൽക്കൂ. 5 മണി ആർക്കും പറ്റും. ഇനി അത്രയും പറ്റുന്നില്ല, ഒരു 5:30-ക്കെങ്കിലും എഴുന്നേൽക്കണം. സൂര്യോദയത്തിന് അരമണിക്കൂർ മുമ്പെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യണം. കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ സ്വാധീനം കൂടുതൽ ചെലുത്താൻ തുടങ്ങും. അപ്പോ അതിന് പല കാരണങ്ങളുണ്ട്, അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ വിനിയോഗിക്കും. അപ്പൊ ഇതും ധ്യാനത്തിന്റെ ഏകാഗ്രത കൂട്ടാനുള്ള മെത്തേഡുകളിൽ ഒന്നാണ്. സമയം ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യണം, താല്പര്യപൂർവ്വം ചെയ്യണം, ശരീരത്തെ നിശ്ചലാവസ്ഥയിൽ ഇരുത്തി അനക്കാതെ ഇളക്കാതെ ചെയ്യാൻ കഴിയണം, ചെയ്യുന്ന ടെക്നിക്കിനെ അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് ചെയ്യണം. പ്രാണായാമമാണെങ്കിലും മന്ത്രജപമാണെങ്കിലും ആ ശബ്ദത്തെ അല്ലെങ്കിൽ അനുഭവത്തെ കേന്ദ്രീകരിച്ച് ചെയ്യണം. ചാടിപ്പോകുന്ന മനസ്സിനെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇപ്പോഴുള്ള ഡ്യൂട്ടി പ്രാണായാമം ചെയ്യലാണ്, മന്ത്രം ചെയ്യലാണ്, ധ്യാനം ചെയ്യലാണെന്ന് മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. ഇതിനേക്കാൾ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, പ്രാർത്ഥന. സാധന ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥിക്കണം. അല്ലയോ മഹാദേവ, ഗുരുപരമ്പരകളെ, പരമ ഗുരുദേവ്, ഈ സാധന ചെയ്യാൻ പൂർണ്ണ ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഒരു ബ്ലെസ്സിങ് ഉണ്ടെങ്കിലും ഏകാഗ്രത ശക്തി കൂടും. ഇനി എപ്പോ ഏകാഗ്രത പോയാലും ഈശ്വരനോടും ഗുരുക്കന്മാരോടും പ്രാർത്ഥിക്കുക. അപ്പൊ അവര് നമ്മളെ സ്വാഭാവികമായിട്ടും ബ്ലെസ് ചെയ്യും. അത് നല്ല രീതിയിൽ നമുക്ക് കൂട്ടാൻ കഴിയും. അപ്പൊ ഇങ്ങനെയാണ്, ഇതൊക്കെ വളരെ സിമ്പിളായ മെത്തേഡുകളാണ്. ഇങ്ങനെ നമുക്ക് ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പൊ യമനിയമാദികൾ പാലിച്ച് കഴിഞ്ഞ്, അതാണ് മഹർഷി പതഞ്ജലി പറയുന്ന ധ്യാനം 7ാം സ്റ്റെപ്പ് എന്ന് പറയാനുള്ള കാരണം. യമനിയമം ജീവിതത്തില് ദിനചര്യയും നിഷ്ഠയും ഒരു സത്യസന്ധതയും
ഒരു പോസിറ്റീവായ ജീവിതവും ഒക്കെ നയിക്കുന്നതാണ് യമനിയമം. പിന്നീട് നമുക്ക് ഡീപ്പായിട്ട് പറയാം. അങ്ങനെ ഒരു ജീവിതം വേണം. അടുക്കും ചിട്ടയും നിഷ്ഠയും ഉള്ള ജീവിതം വേണം. യമ നിയമ ആസന എന്ന് വെച്ചാൽ ശരീരത്തെ ട്രെയിൻ ചെയ്യണം. സൂര്യ നമസ്കാരമോ യോഗാസനങ്ങളോ ഒക്കെ ചെയ്ത് ശരീരത്തെ സ്ഥിരം സുഖം ആയിട്ട് ഇരുത്താൻ പറ്റണം. യമ നിയമ ആസന പ്രാണായാമം. അങ്ങനെ ശരീരം നിശ്ചലാവസ്ഥയിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രാണായാമങ്ങൾ ശീലിക്കാം. പ്രാണായാമം മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രചിത്തമാക്കും. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. യമ നിയമ ആസന പ്രാണായാമം. നിത്യവും പ്രാണായാമം ചെയ്യുക വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും. അതാണ് പ്രത്യാഹാരം. ആമ എപ്രകാരമാണോ ഒരു ശത്രുവിനെ കാണുമ്പോൾ തന്റെ തലയും കൈകളും കാലുകളും എല്ലാം ഉള്ളിലേക്ക് വലിച്ച് ആ തോടിനുള്ളിൽ സുരക്ഷിതനായിരിക്കുന്നത് പോലെ യോഗി സാധനാ സമയത്ത് തന്റെ കണ്ണുകളിലൂടെയുള്ള കാഴ്ച, ചെവിയിലൂടെയുള്ള ശബ്ദം, ബാഹ്യമായ എല്ലാത്തിനെയും നിരോധിച്ചുകൊണ്ട് ആമ അതിന്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് പുറന്തോടിൽ സുരക്ഷിതനായിരിക്കുന്നത് പോലെ ഉള്ളിലേക്ക് പോകലാണ് പ്രത്യാഹാരം എന്ന ക്വാളിറ്റി. ഇത് പ്രാണായാമത്തിലൂടെ മാത്രമേ സാധിക്കൂ. കാരണം കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, കാഴ്ച നൽകുന്ന ശക്തി, ചെവിയെ കേൾപ്പിക്കുന്ന ശക്തി, നാവിന് രുചി നൽകുന്ന ശക്തി, മൂക്കിന് ഗന്ധം നൽകുന്ന ശക്തി, സ്പർശന ശേഷി നൽകുന്ന ശക്തി ആരാണെന്ന് അറിയാം? പ്രാണനാണ്. ദൈവിക ശക്തിയായ പ്രാണൻ. അപ്പൊ ആ പ്രാണനെ അറിഞ്ഞാല് നമുക്ക് പ്രത്യാഹാരം സംഭവിക്കും. പ്രാണായാമം ചെയ്താൽ മാത്രമേ പ്രത്യാഹാരം, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കലല്ല. പലരും പറയും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം എന്ന് വെച്ചാൽ എന്താ? കണ്ണ് കുത്തിപ്പൊട്ടിക്കണം, ചെവി കുത്തിപ്പൊട്ടിക്കണം. ഇതാണ് നിഗ്രഹം, ഇല്ലാതാക്കുക. ഇന്ദ്രിയ നിഗ്രഹമല്ല, ഇന്ദ്രിയ നിയന്ത്രണമാണ് യോഗിക്ക് വേണ്ടത്. എന്ത് കാണണം? നല്ലത് കാണണം, അല്ലെ? കണ്ണിൽ കാണുന്നതെല്ലാം നീയായി തോന്നണമേ എന്നൊരു കൃഷ്ണനെ പറ്റിയിട്ട് ഒരു പാട്ടുണ്ട്. അപ്പൊ നല്ലത് കാണണം, നല്ല വാക്ക് ഓതുവാൻ പ്രാണി ഉണ്ടാകണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? വാക്കുമെൻ ഒരു 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 പാട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്ക് അധ്യാപകൻ ചൊല്ലിത്തന്ന ഇപ്പോഴും ഓർമ്മയുണ്ട്. വാക്കുമെൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം, ആർക്കുമെന്നിൽ നിന്ന് ഉപദ്രവം വരാതിരിക്കണം, ഊണിലും ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും കാണണം ഭവാനെ സദാപി നിദ്രയിങ്കലും. ഇല്ല നീ ഒഴിഞ്ഞ് എനിക്കൊരു ഉത്തരം തുണയ്ക്കുവാൻ സത്യമായ ദൈവമേ നിനക്ക് കൈതൊഴുന്നു ഞാൻ. സ്കൂളിലെ പ്രാർത്ഥന ഗാനമാണ്. ദൈവമേ കൈതൊഴുന്നു ഞാൻ, ശങ്കര ഭവാന്റെ ലീല അല്ലോ ലോകമാകവേ, നിശ്ചല നിരഞ്ജന ശ്രീ വിശ്വരൂപവാഹി. അപ്പൊ വാക്കുമെൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം. ചിന്തിക്കുന്നത് പോലെ പറയണം, പറയുന്നത് പോലെ പ്രവർത്തിക്കണം. ഇതാണ് സത്യസന്ധത. ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. ചിന്തിക്കുന്നത് പോലെ പറയണം, പറയുന്നത് പോലെ പ്രവർത്തിക്കും. ഈ ക്വാളിറ്റി അറിയപ്പെടുന്നത് ആർജവം എന്നാണ് ഒരു ഗുണം. അത് പിന്നീട് പറയാം. അപ്പോ യമ നിയമ ആസന പ്രാണായാമം ചെയ്യുമ്പോൾ പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുണ്ടാകും. അതാണ് ധാരണയിലേക്ക് കൊണ്ടുപോകുന്നത്. അനേക ശബ്ദങ്ങൾ ഉള്ളതിൽ ഒന്നിനെ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്, ധാരണ കൂടുതൽ സമയം ഉറക്കുമ്പോൾ അത് ധ്യാനമാകും, ലയനമാകും. ധ്യാനമാണ് സമാധിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? കൃത്യമായ പരിശീലനമാണ്, നിഷ്ഠയോടെയുള്ള പരിശീലനമാണ്, ബ്രഹ്മ മുഹൂർത്തത്തിലുള്ള പരിശീലനം. അറിഞ്ഞ് ആസ്വദിച്ച് ജയിച്ച് ഇത് എന്റെ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ പുരോഗതി ഉണ്ടാക്കും എന്ന തിരിച്ചറിവോടെ സാധന ചെയ്യുമ്പോഴാണ് സാധകന് പുരോഗതി ഉണ്ടാകുന്നത്. യോഗി എപ്പോഴും ആത്മപരിശോധന ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ചെയ്യുന്ന സാധന കറക്റ്റാണ്? എന്താണ് എന്റെ പോരായ്മ? എന്തുകൊണ്ട് എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല? എങ്ങനെ എനിക്ക് ശ്രദ്ധ വർദ്ധിപ്പിക്കാം? അത് സ്വയം അറിയുക. ഇനി അത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആചാര്യനോട് ചോദിക്കും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായും ശ്രദ്ധ എന്ന ഗുണം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ശ്രദ്ധ ഏകാഗ്രതയിലേക്കും, ഏകാഗ്രത ധാരണയിലേക്കും, ധാരണ ധ്യാനത്തിലേക്കും, ധ്യാനം ആത്യന്തികമായ ഹുവാമൈ ഞാൻ ആരാണെന്ന തിരിച്ചറിവ് സമാധിയിലേക്കും നമ്മളെ നയിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ കൃത്യതയോടെ നിഷ്ഠയോടെ അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് ഈശ്വരനിൽ ഗുരുവിൽ സമർപ്പിച്ച് ശ്രദ്ധാപൂർവം മനസ്സിന് നിർദ്ദേശം കൊടുത്ത് ശരീരത്തെ സ്ഥിരമാക്കി സുഖമാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഏകാഗ്രത ശ്രദ്ധ വർദ്ധിപ്പിക്കും. ഓക്കെ, ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ധാരാളം പേര് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഇന്നൊരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്. എന്തെങ്കിലും സംശയം ഈ പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ
വൈൻഡ് അപ്പ് ചെയ്യാം. എനി ഡൗട്ട്? എന്ത് സംശയം? സാർ ഒരു സംശയമുണ്ട്. ഈ ഭ്രൂമധ്യത്തില് നോക്കി മെഡിറ്റേഷൻ ചെയ്തിട്ട് സ്ഥിരമായി ചെയ്യുന്ന ആളാണ്, കാരണം ക്ലാസ്സിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോ നെറ്റിക്കടുത്ത് ഒരു തടിപ്പ് ഇങ്ങനെ വരുന്നത് എന്താ കാരണം? അത് തടിപ്പ് ഫിസിക്കലി തടിപ്പുണ്ടാകുന്നതാണോ? അതെ, അത് കൂടുതൽ മെഡിറ്റേഷൻ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞരമ്പ് പോലെ ഞരമ്പ് തടിക്കുന്നത് ഒരവസ്ഥ വരുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തടിപ്പ് ഇവിടെ എന്തെങ്കിലും തടിപ്പായിട്ട് കാണുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, കാണുന്നുണ്ട് ചെറിയ. ഓട്ടോമാറ്റിക്കലി നമ്മള് അത് ഈ കല എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. വീടിന്റെ അടുത്തുള്ള കലയില്ല, ഈ യോഗയിൽ ചില കലകളുണ്ട്. അതായത് നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണോ അല്ലയോ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും ചില 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 ടെക്നിക്കുകളാണ്. അതൊന്ന് അയാളുടെ നേത്രത്തെ നോക്കിക്കൊണ്ടാണ് മനസ്സിലാക്കുക, രണ്ട് അയാളുടെ ശ്വാസത്തെ നോക്കിക്കൊണ്ടാണ് മനസ്സിലാക്കുക, മറ്റൊന്ന് അയാളുടെ ഭ്രൂമധ്യയുള്ള ചില കലകൾ തെളിയും. അതായത് ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന, ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ലലാടത്തിൽ ചില മുദ്രകൾ, ചില കലകൾ രൂപപ്പെടും എന്നാണ് ഋഷികൾ പറയുന്നത്. നമ്മൾ ഈ വൈഷ്ണവ തിലകം കാണാറുണ്ട്, നിങ്ങൾ തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ വി പോലെയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ചില ഈ ശരീരത്തിന്റെ ഈ നെറ്റിയുടെ ഭാഗത്തായിട്ട് ഒരു പൊട്ടും തൊടാതെ ചിലർക്ക് വി പോലെ ഒരു ചിഹ്നം ഫീൽ ചെയ്യും. ചിലരിൽ ഹാഫ് ഇതായിട്ടുള്ള ചന്ദ്രക്കല പോലെ ചിലർക്ക് തിരുനെറ്റി. ഇത് സൂക്ഷ്മ നിരീക്ഷണത്തിനെ അറിയാൻ പറ്റും, നിങ്ങൾ പ്രത്യക്ഷമാണ് നോക്കി അറിയാൻ പറ്റില്ല. ചിലരുടെ ഈ ഉൾവശത്തായിട്ട് ചെറിയ കുഴിവ് പോലെ ഇങ്ങനെ ഏകാഗ്രമാക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുഴിവ് പോലെ ഉണ്ടാകും. ചിലർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു തടിപ്പ്, ആദ്യഘട്ടത്തിൽ ഒരു തടിപ്പ് എന്ന രീതിയിൽ ചിലർക്ക് ഫീൽ ചെയ്യാറ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അതൊരു കലയാണ്. ഇപ്പോ നിങ്ങളൊരു കഥകളിക്കാരനെ കണ്ടാൽ അയാളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഭാഗം ഏതാണെന്നറിയാം? ഏതായിരിക്കും? ഒരു കഥകളിക്കാരൻ അല്ലെങ്കിൽ നല്ലൊരു നർത്തകനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അയാളുടെ കണ്ണുകൾ, അയാളുടെ മുഖചലനങ്ങൾ, ഏറ്റവും ആകർഷകത്വം കണ്ണുകളാണ്. ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാളുടെ കണ്ണ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളുണ്ട്. അപ്പൊ എന്നതുപോലെ അതങ്ങനെ ചെയ്യുമ്പോൾ ചില കലകൾ രൂപപ്പെടും, ചില കലകൾ ചിലർക്ക് ശംഖമുദ്ര പോലെ ഉണ്ടാകും. പല കലകളെ പറ്റി യോഗശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയും. ചിലർക്ക് ഹാഫാണ്, അതായത് ചന്ദ്രക്കല പോലെ തോന്നും, ചിലർക്ക് ഫുൾ മൂൺ ആയിട്ടുള്ളത് ഫീൽ ചെയ്യും, ചിലർക്ക് വൈഷ്ണവ തിലകം പോലെ ഉണ്ടാകും, ചിലരുടെ ഇങ്ങനെ തൃശൂലം പോലെ രൂപപ്പെടും, ചിലരുടെ ഉള്ളിലേക്ക് ഒരു കുഴിവ് പോലെ രൂപപ്പെടും. ഇതൊക്കെ ലലാടത്തിൽ രൂപപ്പെടുന്ന ചില മുദ്രകൾ, ചില കലകളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് കുറച്ചു നാൾ കഴിയുമ്പോൾ കലകൾക്ക് രൂപവ്യത്യാസം വരും, മാറ്റം വരും. ബുദ്ധിമുട്ടില്ല, നോ പ്രോബ്ലം. നമസ്തേ. നമസ്തേ. തിരുനെറ്റിയിലെ നമ്മളെ കൈ ഇങ്ങനെ തൊടുമ്പോ, ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ തൊടുമ്പോളേ ഒരു ചെറിയൊരു വേദന മാതിരി ഉണ്ടാവുമല്ലോ അവിടെ, അതങ്ങനെ ഉണ്ടാവുന്നതാണോ? ചിലർക്ക് അങ്ങനെ ഫീൽ ചെയ്യും. കാരണം ഇത് നമ്മളുടെ ഈ ലലാട മധ്യയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പൊട്ടു തുടങ്ങിയ ഒരു ഭാഗം എനർജി സെന്റർ ആണ്, ആജ്ഞാചക്രത്തിന്റെ സ്ഥാനമാണ്. ഉടസ്ഥ ചൈതന്യം എന്നതിനെ പറയുന്നു, ത്രിവേണി എന്നതിനെ പറയുന്നു, ത്രിനേത്രത്തിന്റെ ഭാഗമായിട്ട് പറയുന്നു, ശിവനേത്രത്തിന്റെ ഭാഗമായി പറയുന്നു, തൃക്കണ്ണിന്റെ ഭാഗമായിട്ട് ഇതിനെ പറയുന്നു. അതായത് ഇടാ പിങ്കള സുഷുമ്ന നാഡികളെല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്ന ചക്രമാണ് ആജ്ഞ. ഇവിടെ എപ്പോഴും ഒരു എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ എനർജിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ തിലകം ചാർത്ത്. ഇവിടെ തിലകം ചാർത്തുന്നത് അതാണ്, അതായത് എനർജി സേവ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ എന്ന പോലെ ചിലർക്ക് ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ എനർജി പാസിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇവിടെ തൊടുമ്പോൾ അവിടെ ഒരു പ്രസ്സിംഗ് സെൻസേഷൻ ഉണ്ടാകാറുണ്ട്. ചിലത് വേദനയില്ല, ഒരു എനർജിക്ക് ആ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യും. ചിലർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ ചേച്ചി ഒരു കാര്യം ചെയ്താൽ മതി, തൊടാതിരുന്നാ മതി, അപ്പൊ ഒരു കുഴപ്പമില്ല. തൊട്ടാലിന്റെ പ്രശ്നമുള്ളൂ. അപ്പൊ തൊടാതിരുന്നാൽ ആ പ്രശ്നം തീർന്നു. നമ്മൾ എന്തിനാ തൊടണേ? അതൊക്കെ അതിലേ പോയി വന്നോളൂ. ഓക്കെ, നമ്മൾ അതിന്റെ മാർഗത്തെ തടസ്സപ്പെടുത്തണം. ഓക്കെ, ശരി. ഒരു സംശയം, മറ്റെന്തെങ്കിലും സംശയം? ബുദ്ധിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയത്ത് വേണ്ട തീരുമാനമെടുക്കുകയാണ് ബുദ്ധി. യുക്തിയും ബുദ്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ബുദ്ധിയിൽ തന്നെയാണ് യുക്തി ഇരിക്കുന്നത്, പരസ്പരം പൂരമായിരിക്കുന്നതാണ്. മനസ്സിലായില്ല, ഒന്നുകൂടി. ബുദ്ധിയെ പറ്റി പറഞ്ഞു. ബുദ്ധി ഈ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തീരുമാനമെടുക്കുകയാണ് ബുദ്ധി.
യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനമെടുക്കലാണ് ബുദ്ധി, അത്രയും ഞാൻ കേട്ടു. അതിനുശേഷം എന്താ സാർ പറഞ്ഞേ? യുക്തിയെ ഈ ബുദ്ധി ബുദ്ധിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. യുക്തി ബുദ്ധിയും യുക്തിയും നല്ലൊരു ചോദ്യമാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. എന്താണ് ബുദ്ധി, എന്താണ് യുക്തി എന്ന് പറയുന്നത്? ബുദ്ധിയുടെ ഒരു തലമാണ് യുക്തി. മറ്റുള്ളവരുടെ മൈക്രോഫോൺ ഒന്ന് ഓഫ് ചെയ്യും. ബുദ്ധിയുടെ ഒരു തലമാണ് യുക്തി എന്ന് പറയുന്നത്. നമ്മളുടെ ബുദ്ധിക്ക് പല തലങ്ങളുണ്ട്. നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് അറിയാമല്ലോ. ബുദ്ധി എങ്ങനെയാ പ്രവർത്തിക്കുക? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന അറിവുകൾ മനസ്സിന്റെ തലത്തിലെത്തും. മനസ്സുണ്ടെങ്കിലാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ള അറിവിനെ സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലർ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങുന്നവരൊക്കെ കണ്ടിട്ടില്ല. നമ്മൾ നോക്കുമ്പോ കണ്ണ് ഓപ്പൺ ആണ്, പക്ഷെ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ചെവി ഇവിടെ ഉണ്ടെന്ന് നോക്കും, നമ്മൾ പറയുന്നതാണെന്ന് തോന്നും, പക്ഷെ വേറെ സ്ഥലത്തായിരിക്കും ശ്രദ്ധിക്കുക. മനസ്സ് പ്രവർത്തിക്കുമ്പോഴേ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റും. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതിലൂടെ വരുന്ന അറിവുകളുടെ ആദ്യ തലം എത്തുന്നത് മനസ്സിലാണ്. മനസ്സ് വൈകാരികമായ തലമാണ് മനസ്സിന്റെ. ഇതിന്റെ ഇങ്ങനെ വരുന്ന അറിവുകളെ ക്രോഡീകരിക്കുന്ന തലമാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പലപ്പോഴും പറയാനുള്ള ഉദാഹരണമാണ് ബുദ്ധിയും മനസ്സും തമ്മിലുള്ള, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ചിത്തം എന്ന് പറയുക. അല്ലെ, മനസ്സും ബുദ്ധിയും ചേർന്ന തലമാണ് ചിത്തം എന്ന് പറയുക. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ പണ്ട് കൊച്ചിലെ നമ്മളെ സ്കൂളിൽ വെച്ച് ഇടിച്ച ഒരുത്തനെ നമ്മൾ കാണുന്നു. അവനോടുള്ള വിരോധം നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇന്ന് അവൻ ഒറ്റയ്ക്ക് നടന്ന് റോട്ടിൽ കൂടി പോവുകയാണ്. അപ്പൊ ഈ വിരോധം നമുക്ക് ഇങ്ങനെ കൂടിക്കൂടി വരും. കാരണം മനസ്സ് ഇമോഷണലിയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു, ഇന്ന് അവനെ ഞാൻ തല്ലും. പണ്ട് എന്നെ 5 വർഷം മുമ്പ് തല്ലിയതിന്റെ പ്രതികാരം എന്നോണം ഇന്ന് ഞാൻ അവനെ അടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വലിയൊരു വടിയൊക്കെ എടുത്ത് ഇവനെ തല്ലാനായിട്ട് ചെയ്യുന്നത്. അപ്പൊ മനസ്സാണ് പറയുന്നത് തല്ലു 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 എന്ന് മനസ്സ് പറയുന്നു. ഇമോഷണലിയാണ്, വൈകാരികമായത് ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ വടിയായിട്ട് അടിക്കാനായിട്ട് ചെന്ന സമയത്താണ് അവന്റെ പുറകെ അവന്റെ ഒരു 5 കൂട്ടുകാർ കൂടി വരുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവർ 6 പേരുണ്ട്. അപ്പൊ ഉടനെ ആര് ഓണാകും? ബുദ്ധി ഓണാകും. അവൻ എന്ത് പറയും? ഇമോഷണലി അല്ല, ഇന്റലക്ച്വലി പറയാൻ തുടങ്ങും. വേണ്ട, അവന്റെ കൂട്ടത്തിൽ 5 കൂട്ടുകാർ കൂടിയുണ്ട്, അവർ 6 പേരുണ്ട്, നീ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല. മനസ്സെന്തായിരുന്നു? അടിക്കണം എന്ന ഇമോഷണൽ ആയിട്ടാണ് മനസ്സ് ചിന്തിച്ചത്. ബുദ്ധി എന്ത് കൊടുത്തു? ഇന്റലക്ച്വലി പറഞ്ഞു. ആ ഇന്റലക്ച്വൽ ആയിട്ടുള്ള തലമാണ് യുക്തി. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ഗുണം, ഏതാണ് ദോഷം, ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഇത് തിരിച്ചറിയാനുള്ള നമ്മളുടെ ബുദ്ധിയുടെ തലമാണ് യുക്തി എന്ന് പറയുന്നത്. അതാണ് യുക്തിഭദ്രമായി നമ്മൾ ചിന്തിക്കണം എന്ന് പറയാറുള്ളത്. അപ്പൊ ബുദ്ധിയുടെ ഭാഗം തന്നെയാണ് യുക്തി. ബുദ്ധിയിൽ നിന്നാണ് യുക്തി രൂപപ്പെടുന്നത്. അതാണ് നമ്മളുള്ള ഒരു സാമ്യം. ഓക്കെ, ശരി. അടുത്ത എന്തെങ്കിലും ചോദ്യം? നമസ്കാരം സാർ. ചോദിക്കൂ. ഈ ധ്യാനം പരിശീലിക്കാനായിട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. മറ്റേ ഇതിന്റെ അകത്തുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഉണ്ടോ? ശിവജ്ഞാന വേദിയിലോ? ലെവൽ 1 കഴിഞ്ഞു, സെക്കൻഡിലേക്ക് ഇപ്പൊ ആഡ് ആയിട്ടുണ്ട്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന ശിവകുണ്ഡലിനി ആയുഷ്കല എന്ന് പറയുന്നത് ധ്യാനമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. ധ്യാനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേരുന്നതാണ്. നിങ്ങൾ പ്രാണായാമം ചെയ്തതിനു ശേഷം ശാന്തമായിരിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു ശാന്തി, സന്തോഷം, സമാധാനം, അത് ധ്യാനമാണ്. ധ്യാനം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്കല്ല. നിങ്ങളുടെ ഉള്ളിലെ ആനന്ദവും ശാന്തിയും സന്തോഷവും ഊർജ്ജസ്വലതയും, ഇതാണ് ധ്യാനത്തിലൂടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആണ്. ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത്. അല്ലാതെ വെറുതെ കണ്ണടച്ച് ശൂന്യമായി ഇരിക്കലല്ല. അത് ഒരു ഉയർന്ന ധ്യാനമുണ്ട്. സഗുണ ധ്യാനം, നിർഗുണ ധ്യാനം, സകാര ധ്യാനം, നിരാകാര ധ്യാനം എന്നൊക്കെ പറയും. പക്ഷെ ആദ്യഘട്ടത്തിൽ നമ്മൾ എന്തിനും ഇതൊക്കെ പഠിക്കുന്നത്? എന്തിനാ? ഒരു ശാന്തിക്കും സമാധാനത്തിനും സന്തോഷത്തിനും ഊർജ്ജസ്വലതയ്ക്കും വേണ്ടിയല്ലേ. അല്ല, ആദ്യം തന്നെ നമ്മൾ ഈശ്വര ദർശനം എന്നൊരർത്ഥത്തിലല്ല. അതുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും പൂവിന് സുഗന്ധം ഉണ്ടാകും എന്നുള്ളത് പോലെ ധ്യാനം ചെയ്ത് നിങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നിരാകാരനും നിർഗുണനും ആയ ആ ഒരു സവിതാവിനെ, ആ ഒരു ഈശ്വരനെ, ശക്തിയെ, ചൈതന്യത്തെ അറിയാൻ കഴിയും. പക്ഷെ ആദ്യഘട്ടം ഇതെല്ലാം നമ്മൾ അനുഭവിക്കണം. ശാന്തി, സന്തോഷം, ഊർജ്ജസ്വലത, സമാധാനം, പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളൊക്കെ ഉണ്ട്. ഇത് നൽകുന്ന ടെക്നിക്ക് ധ്യാനമാണ്.
പ്രാണായാമത്തിന് ശേഷം ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതും ധ്യാനമാണ്. മന്ത്രജപത്തിന് ശേഷമുള്ള ഇരിപ്പും ധ്യാനമാണ്. ഇനി എന്തെങ്കിലും പ്രത്യേക ധ്യാന വിദ്യകൾ, ജ്യോതിർധ്യാന വിദ്യ അല്ലെങ്കിൽ ഓം ധ്യാന വിദ്യ എന്ന് വിളിക്കുന്ന ആ മെത്തേഡുകൾക്ക് ശേഷം ഇരിക്കുന്നത് ധ്യാനമാണ്. അത് ജാഗ്രതാ ധ്യാനമെന്നും ആനന്ദ ധ്യാനമെന്നും അറിയും. അല്ലാതെ ധ്യാനം എന്നുള്ളതൊരു പ്രത്യേക തലമല്ല. ഇത് ചെയ്യുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ശാന്തി, സന്തോഷം, ആനന്ദം, നിശ്ചലാവസ്ഥ നമ്മളെ പ്രചോദിപ്പിക്കുകയും ഊർജവൽക്കരിക്കുകയും ചെയ്യുന്നതെല്ലാം ധ്യാനാവസ്ഥകളാണ്. ഓക്കെ. ഓക്കെ സർ, താങ്ക് യു. അപ്പൊ ഇനി സംശയങ്ങളില്ല എങ്കിൽ നമുക്ക് പിരിയാം. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ വെക്കും. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ഏകദേശം വല്ലതൊക്കെ മനസ്സിലായോ? ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ വെക്കണോ? വേണം. വേണം. ക്ലാസ് ഗൂഗിൾ മീറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്തവർക്കും അത് അതിനുശേഷം നമ്മൾ പ്രസിദ്ധീകരിക്കും. അപ്പൊ സന്തോഷം. ക്ലാസ് വെക്കണം. പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുക. ഓരോ നിമിഷവും ശാന്തിയോടെ, സമാധാനത്തോടെ, ഊർജ്ജസ്വലതയോടെ ജീവിക്കുക. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും നന്മ ചെയ്യുക. എല്ലാ ദിവസവും അതിരാവിലെ ആഴ്ചയിൽ ധ്യാനം ചെയ്യുക. നന്ദി ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. മഹാദേവനും ഗുരുപരം താങ്ക് യു. എന്തുകൊണ്ട് അതാ അവര് പാവാണല്ലേ? പിന്നെ അയാൾ വിളിക്കുന്നു കുറെ ആളുണ്ടാവുന്നു മടി ഞാൻ കൂട്ടുന്ന പോയി ചെയ്യൊന്നെങ്കി നിങ്ങൾ കണ്ടുണ്ടാവും നിങ്ങളുണ്ടോ കൊറേ ഇവനെ കണ്ടു എന്നെ വളമ്പി കിട്ടോ? ഞാൻ ചോദിച്ച എന്റെ നെറ്റിത്ത് ഇങ്ങനെ മെറ്റൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇത് വരും, തടുപ്പ്, ചെറിയ തടുപ്പ് ഇങ്ങനെ വരും. എന്തൊരു മുള്ളുണ്ടായിരുന്നു, ഇവിടെ തടുപ്പ് ഇങ്ങനെ വരും. ഞാനാ ചോദിച്ചാ ഞങ്ങളോട് ഉണ്ടാവുന്നതാണ്. സംശയം ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ അങ്ങനെ വരും, ചന്ദ്രക്കല രീതിയിൽ വരും, തടുപ്പായിട്ട് വരും, ചില കുഴിയായിട്ട് വരും, അങ്ങനെയൊക്കെ വരുന്നതാണ്. ഇവിടെ ഇങ്ങനെ വരും, മറ്റേ നിയമതാ ഉണ്ടതാ നിങ്ങൾക്ക് ഇങ്ങനെ വരും. പൊന്മുറി ലെങ്കോട്ടി ഉണ്ട്. ഞാൻ ഇപ്പോൾ ലെങ്കോട്ടി പറഞ്ഞതാണ് നവമിയെ കൂടെ കാണിക്കാം. ഇവിടെ ഒരു വേദന അത് കൊടുക്കാൻ പറഞ്ഞ ഇന്നാളും പോയിട്ട് രാവിലെ പോയിട്ട് നിങ്ങൾക്ക് ചായ
കഴിഞ്ഞുള്ളൂ വേഗം കഴിക്കില്ല ഇപ്പം അതിനൊക്കെ നേരത്തെ തുടങ്ങിയിട്ട് കുട്ടിയുടെ മകൻ അടിയല്ല മര്യാദയ്ക്ക് നിന്നോ കേട്ടോ. മര്യാദയ്ക്ക് മെഡിറ്റേഷൻ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിരുന്നോ അടിക്കല്ലേ. നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ. നേരത്തെ പോയി ഊട്ടി വരുമ്പോൾ വീഡിയോ എനിക്ക് ആളെ കല്യാണപ്പുരി പോകണ്ടേ? കല്യാണത്തിന് പോയിക്കോളി ഞാൻ വീട് നിങ്ങൾ വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ പോയിക്കോളി മോനൊക്കെ വേണേ പോയിരുന്നോട്ടെ. മോള് തീർന്നോ? എനിക്ക് നാളെ പോകുന്നു ഊട്ടി നമുക്ക് രാവിലെ പോയാൽ ചായ നേരത്തെ നീ ഉണ്ടാക്കി വെച്ചിട്ട് എത്ര മിനിറ്റ് 7 മിനിറ്റ് ഉണ്ടോ? നേരത്തെ നമ്മൾ രണ്ടാ കൂടി പോവുകയും ചെയ്യില്ലേ? വീഡിയോ കൂട്ടുകയും വേണ്ട. അപ്പൊ പകലല്ലേ കല്യാണത്തിനുണ്ട് എനിക്കല്ലേ നോക്കാവോ വാങ്ങിക്കല്ലാവും. ഓൻ കൊണ്ടോ വെച്ചിട്ട് നാളെ ലീവ് അതെല്ലാവർക്കും പോട്ടുള്ളതുകൊണ്ട് 6 ആ ജില്ലറ ആയോ? അങ്ങനെ രണ്ട് സ്കൂൾ എടുത്തോന്ന് വെച്ചാ അടുത്തോട്ടിയോ എന്നാലും വേണ്ട ഓടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞില്ല ആക്കിയിട്ട് വലിയ ഷൈനാക്കിന്റെ സാധനം വാങ്ങിയോ? എന്താ കവർ മറന്നു ഒരു സാധനം കണ്ടില്ല എനിക്ക് എടുത്തുകൊണ്ട് വരാൻ. നേരെ ഒടുവിൽ ഞാൻ ഇത് എടുക്കണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തത്. പിന്നെ ഞാൻ വരുമ്പോ എന്തായാലും എടുക്കണം ഓരോ കണ്ടേ അത് കൊടുക്കണ്ടത് ഓനെ കാണുമോ പൈസ ഓനെപ്പോഴും അങ്ങോട്ട് പോകുന്നതാണ് കാണാനുണ്ടായി. മര്യാദയ്ക്ക് നമുക്ക് മാറ്റില്ല. എന്റെ വീട്ടിലിരുന്ന് ഞാൻ വിളിപ്പിക്കും. അതിനുള്ള ഒന്നും വേണ്ട. വേഗം മര്യാദയ്ക്ക് മാറ്റില്ല.